അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. വാഹനങ്ങളിൽ വരുത്താവുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കി മോട്ടോർ വാഹന വകുപ്പ്. അതെ. അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷൻ പട്ടികയിലുണ്ട്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. അനുമതി നേടി RC ബുക്കിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന 6 മോഡിഫിക്കേഷനും ഇതിൽ ഉൾപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലേറിയതോടെ നിയമക്കുരുക്കുണ്ടാവാത്ത മോഡിഫിക്കേഷനുകളുടെ ലിസ്റ്റ് MVD തയ്യാറാക്കി. ഇതാ സാർ, വായിക്കേ. വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാനാവുന്ന മാന്യമായ സ്റ്റിക്കറുകളായാൽ മതി. എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. വാഹനത്തിനുള്ളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കാം. പിന്നെ റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, കൂടുതൽ സ്പീക്കറുകൾ, റൂഫ് കാരിയറുകൾ എന്നിവ സ്ഥാപിക്കാനും പ്രശ്നമില്ല. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? 50% ദൃശ്യം ഉറപ്പാക്കുന്ന സൺഫിലിമും വാഹനത്തിന്റെ വിൻഡോ ഗ്ലാസിൽ അനുമതിയില്ലാതെ ഒട്ടിക്കാം. എന്തോന്നാടോ ഇത്? വാഹനത്തിന്റെ നിറം മാറ്റം, മറ്റൊരു എഞ്ചിൻ സ്ഥാപിക്കൽ, വാഹനം ഇലക്ട്രിക്കായി മാറ്റുക തുടങ്ങിയവയ്ക്ക് MVDയുടെ അനുമതി വാങ്ങണം. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, എനിക്കപ്പോഴേ തോന്നി. പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. VD സതീശന്റെ വാക്ക് കേട്ട് മോഡിഫിക്കേഷൻ തയ്യാറെടുത്തിരിക്കുന്നവർ നിരാശപ്പെടുമോ? ഇന്ന് വർഷവും മുഴുവൻ തീയിട്ട് കത്തിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? വാഹനപ്രേമികൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ എന്നാണ് ഇനി കാണേണ്ടത്. എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ, മകരവിളക്ക് കണ്ട്